ഐശ്വര്യ ജി സുധാകരൻ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF മുന്നണിയിൽ ഒരുപക്ഷെ തലമുതിർന്ന നേതാവായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രായത്തിന് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ചൊരു നേതാവ് കൂടിയാണ്. കാരണം നിയമസഭയിൽ തഗ് ഡയലോഗോടുകൂടി CPM ഒരുപക്ഷെ CPM സന്തത സഹചാരി എന്ന് പറയും. കാരണം കുറേ വർഷം CPM കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. പിന്നീട് പാർട്ടിയിൽ നിന്ന് മാറുന്നു, UDF എന്താ പറയുക സ്വതന്ത്ര കക്ഷിയായിട്ട് നിൽക്കുന്നു, വിജയിക്കുന്നു. ഇപ്പോൾ അതേ CPM അതിരൂക്ഷമായിട്ട് പറയുന്നു, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളാരുമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് CPM കൂടെ നിൽക്കണമെന്നില്ല, ആ ഐഡിയോളജി ആര് കീപ്പ് ചെയ്യുന്നു അവരെ കൂടെ നിൽക്കാം. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. കേരള കോൺഗ്രസിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ലീഗ് CPM കൂട്ടി എന്താ പറയുക ഒരുപാട് ഒപ്പം നിന്ന് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം പല തരത്തിൽ തഗ് ഡയലോഗും കോമഡിയും പല കാര്യങ്ങളെ മിക്സ് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു പോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ തെറി വിളിക്കുന്നു എന്നുള്ളതും, ഒരാൾ ദിവസം വന്ന് അദ്ദേഹത്തിന്റെ എന്താ പറയുക വാതിലണം തെറി വിളിക്കുന്ന ആളല്ല, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ചന്ദ്രബാബു തെറി വിളിക്കുന്നു എന്നുള്ളതും, അദ്ദേഹത്തിന്റെ അച്ഛനെ ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല എന്നുള്ളതും, ഇൻഡയറക്ട്ലി അച്ഛന് വിളിച്ചു അയാൾ പേര് പറയാണ്ട് ഇത്തരത്തിൽ ഭയങ്കര കാർഷികക്കാരനാണ്. എങ്ങനെ പറയണം എന്നുള്ളത് ഇൻഡയറക്ട്ലി ഇപ്പൊ നിന്റെ തല എന്നുള്ളതിന് പകരം നിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത്തരത്തിലുള്ള എന്താ പറയുക നർമ്മങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം നിയമസഭയിൽ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഓൾ ഓവർ കാര്യങ്ങൾ പറയുന്നത്? കാരണം അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് പിണറായി വിജയൻ എങ്ങനെ കള്ള കമ്മ്യൂണിസ്റ്റ് ആയി, അതിനുള്ളൊരു ഉത്തരവാണ് ശരിക്കും ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വളരെ സമയം കുറവാണ്, പക്ഷെ ആ കിട്ടിയ സമയം കൊണ്ട് അദ്ദേഹം നല്ല കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും തലയെടുപ്പോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിയമസഭയിൽ ഇരിക്കാൻ പറ്റുന്നത് ആദ്യമായിട്ടായിരിക്കണം ഒരു പക്ഷേ. 10 വർഷക്കാലം നമുക്കറിയാം, 10 വർഷക്കാലം പൊതുമരാമത്ത് വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു അഴിമതി ആരോപണവും ഉയരാണ്ട് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, ആർക്കും ഒരു പരാതി ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായിട്ട് നിന്നിട്ട് പോലും അദ്ദേഹം ഈസി ആയിട്ട് ജയിച്ച് കയറിയത്. അപ്പോൾ അത്തരത്തിലൊരു ആളെ എങ്ങനെയാണ് ഒതുക്കിയത് എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മരുമകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ജി സുധാകരൻ ഒതുക്കിയതാണെന്ന് നമുക്ക് ആർക്കും അറിയാത്ത കാര്യമല്ല. ഈ പൊതുമരാമത്ത് ഇത്രയും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ മാറ്റി നിർത്തിയിട്ടാണ് പുതുമുഖങ്ങൾ വേണമെന്നും പറഞ്ഞിട്ട് മരുമകനെ കൊണ്ട് ആ സ്ഥാനത്തിരുത്തിയത്. അത് കഴിഞ്ഞിട്ടുണ്ടായത് എന്തെന്നാ, കുറേ റീൽസുകൾ വന്നു, അല്ലെങ്കിൽ ദേശീയപാത കേന്ദ്രത്തിൻ്റെ ദേശീയപാതയ്ക്ക് വരെ കൊണ്ട് കറക്റ്റായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ വന്നു. ആ ദേശീയപാത ഏതെങ്കിലും ഒരു റോഡിനൊരു അപകടം പറ്റുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ അല്ല, ഈ പിതാവ്, ഈ ഗർഭം എൻ്റെ അല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല പറഞ്ഞിട്ട് തള്ളിക്കളയും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു 5 വർഷക്കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ടൂറിസം എന്തൊക്കെയായിരുന്നു, റീൽസിൽ ഇങ്ങനെ പറന്നു വരുന്നു, ടൂറിസം വകുപ്പ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നു, കഥകളി അപ്പുറത്ത്, മോഹിനിയാട്ടി അപ്പുറത്ത്, അത്തരത്തിലൊക്കെ ഒരുപാട് റീൽസുകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും ടൂറിസം വകുപ്പാണെങ്കിലും ഏറ്റവും കുളം തോണ്ടിയ കുറച്ച് വർഷങ്ങളായിരുന്നു അത്. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് ഇത്രയും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തു കൊണ്ടുപോയിരുന്ന ഒരാളെ മരുമകന് വേണ്ടിയിട്ട് ഒതുക്കി കളഞ്ഞത് തന്നെയാണ് പിണറായി വിജയൻ, ശൈലജ ടീച്ചർ ഒതുക്കിയത് പോലെ. മാത്രമല്ല CPM പല പരിപാടിക്കും, അമ്പലപ്പുഴയിൽ നടക്കുന്ന പരിപാടിക്ക് ജി സുധാകരനെ ഒഴിവാക്കിയിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ലിസ്റ്റ് പുറത്തിറക്കുന്നത്. അപ്പോൾ പലവട്ടം സുധാകരൻ ഈ വിഷയം പാർട്ടിയിൽ പലവട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പാർട്ടി മെമ്പറാണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു വിധത്തിലുള്ള അനുകൂലം പാർട്ടിയിൽ നിന്നും ഉണ്ടായില്ല. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കമ്മ്യൂണിസം ഇതല്ല, ഇങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ച വർഷങ്ങളായിരുന്നു ഇത്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചു, അതുകൊണ്ടാണ് ആ കമ്മ്യൂണിസം ഇതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ചെളിക്കുണ്ടിൽ വീണു എന്നാണ് സൈബർ സഖാക്കളുടെ ഒരു ആരോപണം. അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടും ഉദാഹരണ സഹിതം ഫവാസ് പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കോൺഗ്രസ്സിൽ ചെന്ന് ചേരേണ്ട അവസ്ഥ വരും. അതിപ്പോൾ ഇന്ത്യ സഖ്യം ആ ഒരു മുന്നണിയിൽ ചേരുന്നതിന് ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ആന്റണി ഗ്രൂപ്പ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ ചേരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണ സഹിതം അദ്ദേഹം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ ചെളിക്കുണ്ടിലല്ല വീണത്, ഇപ്പോൾ തലയുയർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുക കൂടിയാണ് ചെയ്തത്. ഇപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ടോ അത്രയും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്രാവശ്യം ഈസി ആയിട്ട് സ്വതന്ത്രനായിട്ട് നിന്നിട്ട് ജയിച്ചു പോകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, കമ്മ്യൂണിസം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിലും വലിയൊരു അടി അപ്പുറത്തെ സൈഡിൽ അദ്ദേഹം ഇരിക്കുന്നത് പോലെ ഒരു അടി ഇവർക്ക് കിട്ടാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറ്റപ്രയോഗങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ന്യൂജൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള തഗ് മറുപടികളുമായിട്ടാണ് ഇപ്പോൾ സഭയിലെ UDFൻ്റെ കുറേ ചുണക്കുട്ടികൾ നിൽക്കുന്നത്. അപ്പം അവർക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന തലമുതിർന്ന നേതാവ്. മാത്രമല്ല അപ്പം അദ്ദേഹം പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പറയും ഞാനൊരു CPM ഉദ്ദേശിച്ച കമ്മ്യൂണിസ്റ്റ് ഞാനല്ല സർ, എനിക്ക് ആരുടെയും ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത അല്ല, എനിക്ക് എന്താ പറയുക അങ്ങനെ പണ്ടത്തെ കാലത്തെ ആ ഒരു
എന്താ പറയാ പ്രഭു അല്ലെങ്കിൽ തമ്പുരാക്കന്മാർ. തമ്പുരാക്കൻ ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകുന്ന ഒരു ഫ്യൂഡൽ ചിന്താഗതി ഉള്ള ഒരാളല്ല ഞാൻ. അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എനിക്ക് ആവുകയും വേണ്ട, ആവൂല്ല എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയന്റെ പോലെ ഒരാളുടെ ചെരുപ്പിന്റെ വാറഴിക്കേണ്ട ലിസ്റ്റിൽ ഞാൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അതിലും നല്ലൊരു മറുപടി അതിനില്ല. ചെരുപ്പിന്റെ വാറഴിക്കൽ തമ്പുരാക്കന്മാരുടെ അടിയാന്മാരെ അഴിച്ചുകൊണ്ടിരുന്നത് പോലെ ആ ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് ഇപ്പോഴും അവർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ LDF അല്ലാതെ മറ്റാര്, ആ ഒരു വാചകത്തിൽ തന്നെയുണ്ട്, ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഇല്ല, ഞങ്ങൾക്ക് പകരം ഞങ്ങൾ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ശരിക്കും ഈ പറയുന്ന സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്നൊക്കെ പറയുന്നത്. അതാണ് ശരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ചെരുപ്പിന്റെ വാറഴിക്കല്, ചെറ്റപ്രയോഗം, ചെറ്റക്കുടിലും ചെറ്റപ്രയോഗവും ഒക്കെ. ഈ ചെറ്റക്കുടിലുകളിൽ തന്നെ പണ്ട് EMS AKG ഒക്കെ ഒളിവിൽ താമസിച്ചതും അവരുണ്ടാക്കി കൊടുക്കുന്ന രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് സേഫായിട്ട് ഇരുന്ന സമയങ്ങളിലും ഒക്കെ അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ മീനിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ മീനെ കഴിക്കും. അപ്പൊ അതും അവിടെ ഇൻഡയറക്ട്ലി ആരെ പേരെടുത്തൊന്നും പറയുന്നില്ല, പക്ഷെ ഈ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അത് ഏതാളെ ഉദ്ദേശിച്ചാണ്. ചില വലിയ മീനുകളെ മാത്രം ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ഒരാള്, അത് ആ ചർച്ചയും കുറച്ച് നാളുകൾക്ക് മുന്നേ കുറെ കത്തി വന്നൊരു സംഭവമാണല്ലോ. എന്തായാലും അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ഒരു കവി കൂടിയാണ്. പല സമയങ്ങളിലും CPM-ന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കവിതകളും ഒക്കെ, പൂച്ചയുടെ കവിതകളൊക്കെ വന്നിട്ട് നമ്മൾ ഒരുപാട് രസകരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, ബാലഗോപാൽ പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും 6000 കോടി 6000 കോടി 6000 കോടി ഇവിടെ ഉണ്ട് നാരായണായ നമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 6000 കോടി നാരായണായ നമ, 6000 കോടി ഉണ്ട് എന്ന് പറയുന്നു. ചിലർ ഈ കഥകളൊക്കെ പറയുന്ന പോലെ എൻ്റെ കയ്യിൽ ഇതുണ്ട് പറഞ്ഞ് പൊക്കി കാണിക്കും, പക്ഷെ അതിൽ 6000 കോടിയാണോ എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ എപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും 6000 കോടി ഉണ്ട്. പക്ഷെ ആ 6000 കോടി കാണാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്ന ബാധ്യത എന്ന് പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയാണ്. ഇവിടെ പിണറായി വിജയന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി, അല്ലെങ്കിൽ മരുമകൻ ഉൾപ്പെടെ കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിട്ട് ഇദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, ഈ 5 ലക്ഷം കോടിയിലധികമുള്ള ബാധ്യതയിൽ 1,70,000 കോടി രൂപ, അതായത് ഒരു 33% പൈസയും അഴിമതിയിലൂടെ ഇവർ മാറ്റിയതാണെന്ന്. കഴിഞ്ഞ വർഷം വരെ CPM-ന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോൾ അതർ സൈഡിലുണ്ട്. പക്ഷെ അദ്ദേഹം ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ആ 6000 കോടിയുടെയും അല്ലെങ്കിൽ ഈ 5 ലക്ഷത്തിലധികമുള്ള കോടികളുടെയും അതിൻ്റെ ഒരു 33% ഇവർ അഴിമതി നടത്തി മാറ്റിയെന്ന് കൃത്യമായിട്ടും തെളിവുകളില്ലാണ്ട് അദ്ദേഹം പറയില്ലല്ലോ. അപ്പോൾ പല കാര്യങ്ങളിലും അടി എരന്ന് വാങ്ങിക്കുകയാണ് അപ്പുറത്തിരുന്നിട്ട്. എല്ലാ കാര്യങ്ങളിലും സുധാകരൻ്റെ ഒരു പിരിഞ്ഞു പോക്കിൽ അവർ ഈ അതർ സൈഡിലേക്ക് വന്ന സമയം മുതലേ ഇവർ ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരുന്നുള്ള വിമർശനങ്ങൾ. ഇപ്പം TK ഗോവിന്ദനാണെങ്കിലും ആര് കൊഴിഞ്ഞു പോകുന്നോ അവരെയൊക്കെ അങ്ങേയറ്റം നാണം കെട്ട രീതിയിലുള്ള പ്രയോഗങ്ങളായിരുന്നു. ഇപ്പം അപ്പന് വിളി, ചെറ്റപ്രയോഗങ്ങൾ, ചെളിക്കുണ്ടിൽ വീണു. പക്ഷെ ഇപ്പം ആരാണ് ചെളിയിൽ പൊതഞ്ഞു നിൽക്കുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ ശരിക്കും കാണുന്നുണ്ട് അവിടെ. ഇതിൻ്റെ കൂടെ കൂട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ശൈലജ ടീച്ചർ ഇന്നലെ മുന്നാന്നിട്ട് ഒരു ലേഖനത്തിൽ, CPM-ന്റെ ബന്ധപ്പെട്ട ലേഖനം തന്നെയാണ്, അതിൽ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പറയുന്നുണ്ട്, CPM-ന്റെ പല തലമുതിർന്ന നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയി, അവരെ പാർട്ടി തിരിച്ചു കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ഇത് സാധാരണ പാർട്ടി ഇതിന് മുമ്പേയും തോറ്റിട്ടുണ്ട്, പലവട്ടം തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ തോൽവി സാധാരണ തോൽവി അല്ല എന്നുള്ളതും, ഇത് പാർട്ടിയുടെ അപക്ഷയത്തിന് പിന്നെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇല്ലാണ്ടായ പോലെ പാർട്ടി ഇവിടെ ഇല്ലാണ്ടാവും. അതായത് പേരെടുത്ത് പറയുന്നില്ല അങ്ങനെയാണെന്നുള്ളത്, പക്ഷേ സാധാരണ തോൽവിയല്ല ഇതെന്നുള്ളത്, ഇതിന് കര കയറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതും ശൈലജ ടീച്ചർക്ക് വരെ അറിയാം എന്തുകൊണ്ടാണ് തോറ്റെന്നുള്ളതും. സുധാകരനെ പോലെയുള്ള പല കമ്മ്യൂണിസ്റ്റുകാരും, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അവരെ വിശ്വസിക്കുന്ന നല്ല ഒരുപാട് ജനങ്ങളുണ്ട്, അവരും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനൊപ്പം കൂടി എന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ബജറ്റിനെ ചൊല്ലിയായിരുന്നു, ഇപ്പോൾ ബജറ്റിന്റെ പിന്നാലെയായിരുന്നു ഈ പറയുന്ന സുധാകരന്റെ ഈ പ്രസംഗം വന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ശരിക്കും ഈ ബജറ്റ് എഴുതാൻ സാധിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ശരിക്കും കാളിദാസിനെയും ഷേക്സ്പിയറെയൊക്കെ വായിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രം തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ബജറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്ന ബജറ്റിനെ അല്ലെങ്കിൽ ബാലഗോപാലിനെയൊക്കെ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി അടിച്ചുകൊണ്ട് VD സതീശന്റെ ഒരു ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന മികവിനെ എടുത്ത് കാട്ടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും പേരെടുത്ത് പലരെയും പറയുന്ന പോലെ വിമർശിക്കുന്നില്ലെങ്കിലും എല്ലാ ദിവസവും അടി കൊള്ളാൻ വേണ്ടി മാത്രം നിയമസഭയിലേക്ക് ചെല്ലുന്ന ഒരു 35 പേരെ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്.